ഇവിടെ ഒരു പെൺകുട്ടി ഒരു കമ്പനിക്ക് വേണ്ടി 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നു. അവൾ ക്ഷീണിതയാവുമ്പോൾ ലിഫ്റ്റിൽ കയറി തുറക്കുമ്പോൾ അവളുടെ വസ്ത്രങ്ങളെല്ലാം മാറി അവൾക്കൊരു ഉണർവ് കിട്ടുന്നു. അവൾ ഒരു ദിവസം മുഴുവൻ ഉറങ്ങിയതുപോലുള്ള ഉണർവ്. എന്നിട്ട് വീണ്ടും കമ്പനിയിലേക്ക് തിരിച്ചെത്തുന്നു. ഇതവൾക്ക് മടുത്തിട്ട് അവൾ പുറത്തു പോകാൻ നോക്കുമ്പോൾ അവൾ എങ്ങനെ പോയാലും വീണ്ടും ഓഫീസിൻ്റെ കോറിഡോറിലേക്ക് തന്നെ തിരിച്ചെത്തുന്നു. അങ്ങനെ അവൾ ക്ഷീണിതയാവുന്നു. വെള്ളിയാഴ്ചയിലെ വർക്ക് കഴിഞ്ഞാൽ അവൾ ഉടൻ തന്നെ തിങ്കളാഴ്ചയിലേക്ക് പെട്ടെന്ന് എടുത്തു ചാടുന്നു. അങ്ങനെ അവൾ റിസൈൻ ചെയ്യാൻ ഉദ്ദേശിച്ച് അവളുടെ കൊളീഗിനോട് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നമ്മൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അതായത് നമുക്ക് 2 പേഴ്സണാലിറ്റി ആയിട്ട് മാറപ്പെടും. ഒരു പേഴ്സണാലിറ്റി പുറത്ത് എൻജോയ് ചെയ്ത് നടക്കുമ്പോൾ നമ്മുടെ വേറൊരു പേഴ്സണാലിറ്റി ഫുൾ ടൈം ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അവർ തമ്മിൽ അറിയുന്നില്ല, അവരുടെ ബുദ്ധികൾ തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യുന്നുമില്ല. അങ്ങനെയാണ് ഈ കഥ പോകുന്നത്. റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ 2 പേഴ്സണാലിറ്റി ഒന്നായി മാറുന്നു. അങ്ങനെ അവൾ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ആ റെസിഗ്നേഷൻ ലെറ്റർ മാനേജർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അവളുടെ മറ്റ് പേഴ്സണാലിറ്റിയും കൂടെ ഇതിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഒപ്പുവെച്ചാൽ മാത്രമേ അവൾക്ക് റിസൈൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അവൾ ബോസിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഒരു പേപ്പർ കട്ടർ എടുത്ത് അവളുടെ കയ്യിൽ വെക്കുന്നു. എന്നിട്ട് പുറത്തുള്ള അവളുടെ മറ്റേ പേഴ്സണാലിറ്റിക്ക് ഒരു വീഡിയോ എടുത്തയക്കാൻ കമ്പനിയിലെ ആളോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവർ അത് സമ്മതിച്ചു. അങ്ങനെയാണ് ഈ കഥ തുടരുന്നത്.